ഇപ്പോൾ ലഭിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ബേപ്പൂർ അഴീക്കൽ തുറമുഖത്ത് ചരക്ക് കപ്പലിൽ തീപിടുത്തമുണ്ടായി എന്ന വാർത്തയാണ്. അഴീക്കൽ തുറമുഖത്തിനടുത്താണ് അത്. ഏതാണ്ട് 66 നോട്ടിക്കൽ മൈൽ അകലെ, കേരള തീരത്ത് 66 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പലിൽ തീപിടുത്തമുണ്ടായത്. ഒരു കപ്പലപകടത്തിന്റെ നടുക്കം മാറും മുമ്പാണ് മറ്റൊരു കപ്പലപകടം കേരള തീരത്തുണ്ടാവുന്നതെന്ന് വ്യക്തമാണ്. കൊച്ചി തീരത്താണ് നേരത്തെ ഒരു കപ്പൽ മുങ്ങിയത്. ഇപ്പോൾ കേരള തീരത്തിന് 66 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. കെ ആർ സാജു വിവരവുമായി ചേർന്നു. സാജു, എന്താണ് കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിവരം? സംസ്ഥാന സർക്കാരിന് ഇത് സംബന്ധിച്ച ഒരു അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. അത് കോസ്റ്റ് ഗാർഡിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. കേരള തീരത്ത് നിന്നും 66 നോട്ടിക്കൽ മൈൽ അകലെ വാൻഹായ് എന്ന ചരക്ക് കപ്പലിന് തീപിടിച്ചിരിക്കുന്നു എന്ന വിവരമാണ് കൈമാറിയിരിക്കുന്നത്. അങ്ങോട്ട് കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും കപ്പലുകളും അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളും പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കപ്പൽ മുങ്ങിയിട്ടില്ല, കപ്പലിന് തീപിടുത്തം എന്ന നിലയിലുള്ള അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. 66 നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 126 കിലോമീറ്റർ അപ്പുറത്തേക്ക് കേരള തീരത്തു നിന്ന് ദൂരം വരും ഇതിന്. അതായത് കേരളത്തിന്റെ അധികാര പരിധിക്ക് പുറത്താണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള തീരത്തോട് അടുത്താണ് എന്ന് നമുക്ക് പറയാനും കഴിയില്ല. പക്ഷേ കപ്പലിൽ ഏതാണ്ട് 40 ജീവനക്കാരോളം ഉണ്ട് എന്ന വിവരങ്ങളും ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. വാൻഹായ് എന്നാണ് കപ്പലിന്റെ പേര്. ഇത് കൊളംബോയിൽ നിന്ന് പോകുകയായിരുന്നു എന്ന വിവരമാണ്. അതായത് കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോകുകയായിരുന്ന കപ്പലാണ് എന്ന വിവരവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലൊരു അപകടമുണ്ടായി എന്ന് കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിക്കുന്നുണ്ട്. കപ്പൽ തീപിടിച്ച നിലയിലാണ് ഉള്ളത്. എങ്ങനെയാണ് തീപിടിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ വ്യക്തതയുണ്ടായിട്ടില്ല. ഏതാണ്ട് ബേപ്പൂർ അഴീക്കൽ തുറമുഖമായിരിക്കും കേരള തീരത്തു നിന്ന് നോക്കുമ്പോൾ ഇതിനോട് അടുത്തുള്ള പ്രദേശം എന്ന് പറയാൻ കഴിയും. പക്ഷേ ആ ദൂരം തന്നെ വളരെ കൂടുതലാണ്. 66 നോട്ടിക്കൽ മൈൽ അകലെയാണ് കേരള തീരത്തു നിന്നും അപകടം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള തീരത്തിന് സമീപമാണ് എന്ന് സൂചിപ്പിക്കാൻ കഴിയില്ല. കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്നും കടലിലേക്ക് വീണിട്ടുണ്ട് എന്നും പ്രാഥമികമായി കോസ്റ്റ് ഗാർഡിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ബാക്കി കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് നിന്നും അല്പസമയത്തിനകം തന്നെ സ്ഥിരീകരിച്ചുകൊണ്ട് ലഭിക്കും. ഏതായാലും സംസ്ഥാന സർക്കാരിനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കും ഇത് സംബന്ധിച്ച സൂചനകൾ കോസ്റ്റ് ഗാർഡ് നൽകിയിട്ടുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ രക്ഷാപ്രവർത്തനത്തിലോ മറ്റോ ഒന്നും വലിയ റോളുകൾ ഒന്നും കേരളത്തിന്റെ കടൽ ദൂരം നോക്കുമ്പോൾ അധികാര പരിധിക്ക് പുറത്താണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ കേരളത്തിലുള്ള കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും സംവിധാനങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി ചലിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 40ഓളം ജീവനക്കാർ കപ്പലിലുള്ളതാണ്. അവരെ രക്ഷപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രാഥമികമായ ദൗത്യം. അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് കോസ്റ്റ് ഗാർഡ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. അജിത്.